പ്രതീക്ഷിച്ചയ്ക്ക് അപ്പുറത്തുള്ള വിധിയല്ല. ഷാരൂണിനെ സംബന്ധിച്ചും ഷാരൂണിൻ്റെ കുടുംബത്തിന് സംബന്ധിച്ചും ഷാരൂണിൻ്റെ നഷ്ടമെന്ന് പറഞ്ഞ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു ഘട്ടമാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ സമൂഹം ആകെ കൂടെ നിൽക്കുകയാണ്. പോലീസിന് ആദ്യം ഒരു ഘട്ടം എത്തിയപ്പോൾ തന്നെ ഈ കേസ് എങ്ങനെ കൊണ്ടുപോകും എന്നതിനെ സംബന്ധിച്ച് സംശയം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഘട്ടത്തിൽ ഇത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കേസ് നടത്തുന്നതിന് വേണ്ടി പ്രതിഭാഗത്തിൻ്റെ ഒരു ഇടപെടൽ നടത്തിയത് നമ്മൾക്ക് ഓർമ്മയുണ്ട്. അത് കേരളത്തിൽ തന്നെ നടത്താൻ പറ്റുകയും കേരളത്തിലെ പോലീസിൻ്റെ ഇടപെടൽ സമയബന്ധിതമായി ഇടപെട്ടതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനുബന്ധമായി കിട്ടാവുന്ന എവിഡൻസ് എല്ലാം അത് ആ രീതിയിൽ കോർത്തിണക്കാനും കഴിഞ്ഞത് കേരളത്തിലെ പോലീസിൻ്റെ ഒരു കഴിവായി തന്നെയാണ് ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പൂർണ്ണമായും പരിഗണിച്ചു എന്നാണ് വിധി പ്രസ്താവനയോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൂക്കുകയറെന്നുള്ളത് അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നൽകുന്നതല്ല. പക്ഷേ ഇതൊരു സന്ദേശമാണ് എന്നുള്ള കാര്യം നമ്മൾ മാധ്യമപ്രവർത്തകർ കാണണം എന്നാണ് ഈ അവസരം സൂചിപ്പിക്കുന്നത്. ഒരു സന്ദേശമാണ്. ഒരു യുവാവിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു യുവതിയെ സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രണയിച്ച് അല്ലെങ്കിൽ സ്നേഹം നടിച്ച് കൊണ്ടുപോയി ഇത്തരത്തിലൊരു നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വധിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുന്ന ഒരു പുതിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു നല്ല സന്ദേശമാണ് ഈ തൂക്കുകയർ നൽകിയതിലൂടെ ഗിരീഷ് നൽകിയതെന്നാണ് ഈ സമൂഹം കാണുന്നത്. കേരളത്തിലെ പോലീസ് അതിൽ നല്ല ഇടപെടൽ നടത്തി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കുടുംബവും ഞങ്ങളുമൊക്കെ അതിൽ സംതൃപ്തരാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അല്ല, അന്വേഷണം കാര്യക്ഷമമായിരുന്നു, പ്രോസിക്യൂഷനും കാര്യക്ഷമമായിരുന്നു, അതുകൊണ്ടാണ് പരമാവധി ശിക്ഷ കിട്ടിയത്. പക്ഷേ പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ വധശിക്ഷ എന്നുള്ളത് രാജ്യത്ത് വളരെ വളരെ അപൂർവമായി നടപ്പാക്കപ്പെടുന്ന ഒരു ശിക്ഷയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലാണ് വധശിക്ഷ കൊടുക്കാറ്. അങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട കേസുകൾ തന്നെ വധശിക്ഷ നടപ്പാക്കപ്പെടുന്നത് തീർത്തും അപൂർവമാണ്. അപ്പൊ ഈ കേസിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യത ഇനി 2 കോടതികൾ കൂടി മുകളിലുണ്ട്. അതിനുശേഷം ദയാഹർജിയുടെ ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യതയെ എങ്ങനെയാണ് കാണുന്നത്? താങ്കളുടെ അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട്. ഉണ്ട് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് 2 കടമ്പകളുണ്ട്. അത് വസ്തുതയാണ്. 2 കടമ്പകളല്ല, പിന്നെ രാഷ്ട്രപതിയുടെ അടുത്ത് പോകുമ്പോൾ പിന്നെ 3ാമത്തെ കടമ്പയും കൂടിയുണ്ട്. ആ 3 കടമ്പയും ഈ കാര്യത്തിൽ പോകണം എന്നുള്ളതാണ് ഞങ്ങളെ സമൂഹം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു റെയറസ്റ്റായ കേസാണ്. ഇത്തരത്തിൽ ഒരു സമൂഹത്തിൽ ഇങ്ങനൊരു സമീപനം ഒരു യുവാവോ യുവതിയോ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അത്തരത്തിൽ റെയറസ്റ്റായി നടന്ന ഒരു സമൂഹത്തിൽ നടന്ന ഒരു സന്ദേശമായി ഇതിനെ കാണാൻ ഇന്ത്യയിലെ പരമോന്നത കോടതികൾ, അത് രാഷ്ട്രപതി ഉൾപ്പെടെ അത് ആ രീതിയിൽ കാണും എന്നാണ് ഒരു പുതിയ സന്ദേശമായി. ഇനിയൊരു പുതിയ തലമുറയ്ക്ക് ഒരിക്കലും ഇതിനുള്ള ഒരു അവസരമായി കാണരുത്, അല്ലെങ്കിൽ അവർക്കൊരു ഇത്തരത്തിൽ സംഭവിക്കാം, ആരെയും സംഭവിപ്പിക്കാം എന്നൊരു അവസരത്തിലേക്ക് പോകരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കോടതിയുടെ ഭാഗത്തുകൂടെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ പറഞ്ഞ കടമ്പകളൊക്കെ ധരണം ചെയ്ത് കഴിഞ്ഞ കാലത്തുണ്ടായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ആദ്യഘട്ടത്തിലുണ്ടായ കടമ്പകൾ നമുക്കറിയാം. ആ കടമ്പകൾ പൂർത്തിയാക്കിയാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. സ്വാഭാവികമായും വരുന്ന കടമ്പകളൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കിട്ടും. ഈ റെയറസ്റ്റായിട്ടുള്ള ഈ വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് സമ്മാനിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ഓക്കെ.